കരളായി പൂച്ചപ്പാറ ആദിവാസി സെറ്റിൽമെൻറ്റിലെ മണി എന്ന 38 വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കാടിൻ്റെ കൺമണി എന്ന ഓമനപ്പേരിന് അർഹനായ പ്രിയപ്പെട്ട മണിയുടെ വേദനാജനകമായ വിയോഗമാണ്. ഈ വിയോഗത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. മണിക്ക് അപകടം പറ്റി സമയബന്ധിതമായി ആശുപത്രിയിലെത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിലും വനം വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. നിരന്തരമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷമോ 5 ലക്ഷമോ നക്കാപ്പിച്ച സഹായം നൽകി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും ആളുകളെ വന്യജീവികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എറിഞ്ഞിട്ട് കൊടുക്കുക, ആ പ്രശ്നത്തിന് ന്യായമായ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്നു. വന നിയമ ഭേദഗതി ഇപ്പോൾ പാസ്സാക്കാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിൻ്റെ രക്തസാക്ഷിയാണ് മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വന്യജീവി സങ്കേതം ഇവിടെ സൈലൻറ്റ് വാലിയോട് ചേർന്ന് ഇവിടെ വന്യജീവി സങ്കേതമുണ്ടായി. അപ്പുറത്ത് പെരിയാർ വന്യജീവി സങ്കേതം, മലബാർ വന്യജീവി സങ്കേതം, നെടുങ്കയത്ത് കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു വന്യജീവി സങ്കേതം. ഈ വന്യജീവി സങ്കേതങ്ങൾ വന്നതാണ്, ബഫർ സോണായി പ്രഖ്യാപിച്ചതാണ് ഏറ്റവും വലിയ പ്രയാസമായി മാറിയത്. ഇനി വന നിയമ ഭേദഗതി കൂടി പാസ്സാവുന്നതോടെ ഇവിടെ ജനജീവിതം തന്നെ ദുസ്സഹമാവുന്ന സാഹചര്യമാണ്. നിലമ്പൂർ ടൗണിൽ DFO ഓഫീസിൻ്റെ ഗേറ്റിൽ വന്ന് കാട്ടാന പട്ടാപ്പകൽ മുട്ടി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അലംഭാവമാണ്. വനം വകുപ്പിലെ അരിക്കൊമ്പന്മാരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവത്തിൻ്റെ ഇരയാണ് പാവപ്പെട്ട ജനങ്ങൾ മരിച്ചു വീഴുന്നതിന് കാരണം. അതാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ പക്ഷത്തല്ല. ഞങ്ങൾ പറയുന്നു, ഫെൻസിങ് ഉൾപ്പെടെയുള്ള വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം 42 കോടി ഇവർ ലാപ്സാക്കി കളഞ്ഞു. വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച മുഴുവൻ പണവും വിനിയോഗിക്കുകയും എന്നാൽ വന്യജീവികളെ പ്രതിരോധിക്കാനും ഫെൻസിങ് സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടി കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പണം ലാപ്സാക്കി കളഞ്ഞുവെന്ന് വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മണി ഈ ഗണത്തിൽ അവസാനത്തെ ആളാവണം. 5 പറക്കമുറ്റാത്ത കുട്ടി ആ ആദിവാസി മേഖലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പുറത്ത് ഓടിയെത്തി ജനപ്രതിനിധികളോടൊപ്പം ചേർന്ന് നിന്ന് രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന മണിയുടെ മരണം ഒരു തീരാ വേദനയാണ്. നമ്മുടെ കരളായി ആ കാടിൻ്റെ കാവൽക്കാരനായിരുന്നു മണി. ആ മണിയുടെ വേർപാട് ഈ വിഷയത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ, ഈ ഇടപെടൽ എന്ന് പറയുന്നത് മണിക്ക് കേവലമായ മണിയുടെ കുടുംബത്തിന് സഹായം അനുവദിച്ചുകൊണ്ടല്ല, ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉറപ്പുവരുന്നുണ്ട്. അവർ ഈ സംഭവ സ്ഥലത്തേക്ക് വരും ദിവസങ്ങളിൽ സന്ദർശനം ഉൾപ്പെടെ നടത്തും. ഇതിനകത്ത് വളരെ കൃത്യമായൊരു ഇടപെടൽ പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നതാണ്.